ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ജനനായകൻ, റൈറ്റർ, ഡയറക്ടർ വിനോദ്, സതുരംഗ വേട്ടൈ, ധീരൻ, അധികാരമുണ്ട്. ഈ രണ്ട് സിനിമ മതി, പുള്ളിക്കൊരു അസാധ്യ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ രണ്ട് സിനിമയിലും പുള്ളി കൊടുത്തിരിക്കുന്ന ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ചുകൾ, കാര്യങ്ങൾ, ഒരുപാട് സ്കാമിനെ പറ്റി സതുരംഗ വേട്ടയിൽ പുള്ളി സ്റ്റഡി ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന വിധം. ധീരനിലാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ക്ലാൻസ് അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് മനുഷ്യരെ കൊല്ലുന്ന, അങ്ങനത്തെ ഒരു ട്രൈബിനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന വിധമാകട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയ ഈ മനുഷ്യന്റെ കരിയറിനെ അജിത്ത് ഏറ്റെടുത്ത് പിന്നെ നേർക്കൊണ്ട പാർവയ, അങ്ങനെ തുനിവ്, അങ്ങനെ കുറെ പടങ്ങളുടെ പുറകെ പോയി പുള്ളി ഒരുപാട് ഡീറെയിലായി. പുള്ളിയുടെ ഒരു കോർ ഐഡിയയിൽ നിന്നും ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഐഡിയയിൽ നിന്നും പുള്ളി ഒരുപാട് ഡീവിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ അവസാനം എത്തി നിൽക്കുന്ന സിനിമയാണ് ജനനായകൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് അനുഭവം മാത്രം തന്ന ചിത്രം. ആഹ് വിനോദിനെ ഒരുപാട് കുറ്റപ്പെടുത്താമോ, ഒരു ഡയറക്ടറിന്റെ പേരിൽ മുഴുവൻ പഴിയും കൊണ്ട് ചാർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതിനകത്ത് ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊളിറ്റിക്കൽ അജണ്ട, പ്രൊപ്പഗണ്ട, എങ്ങനെ വേണമെങ്കിലും പറയാം, അതൊക്കെ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ അത് ഹെവി ഡോസിൽ വരുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. ഈ പടം ഇതിനു മുമ്പ് പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടെന്നൊന്നും എനിക്ക് ഈ സിനിമ കാണുമ്പോഴും ഓരോ ടൈമിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതൊരു നോർമൽ ഭഗവത് കേസരിയുടെ 100% റീമേക്ക് ആയിരുന്നെങ്കിൽ കൂടെ വളരെ നോർമലായി പോകാവുന്ന, ഭഗവത് കേസരിയിൽ ബാലയ്യ ചെയ്തു വെച്ചതിനേക്കാൾ നല്ല സ്വാഗില് വിജയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സീനുകൾ പുള്ളി ഭഗവത് കേസരിയേക്കാൾ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഇപ്പോഴും ഫിറ്റാണ്. ഈ പരിപാടിക്ക് പുള്ളി കിടിലമാണ്. പുള്ളിയുടെ ഇപ്പം ദളപതി കച്ചേരി പാട്ടിലാണെങ്കിലും രാവണ മോഹൻ താനിലെ സ്വാഗ് പരിപാടികളാണെങ്കിലും എല്ലാം അസാധ്യം. നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ള സ്വാഗർ പരിപാടികൾ പുള്ളി വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴും സ്ക്രീനിൽ പുള്ളി കത്തിക്കലാണ്. ഒരു രക്ഷയില്ല. ഇനി എന്താ പറയാ, മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന മമിത ബൈജുവിന്റെ കഥാപാത്രം സെയിം. ഭഗവത് കേസരി കണ്ടവർക്ക് ഇത് ഗസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഓൾറെഡി വിനോദ് അത് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ഇമോഷണൽ കണക്ട് ഒക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഭഗവത് കേസരിയേക്കാൾ നല്ല രസകരമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാജൽ അഗർവാളിന്റെ റോൾ ചെയ്തിരിക്കുന്ന പൂജ ഹെഗ്ഡെ, നോട്ട് ബാഡ്, ഡൺ എ ഡീസന്റ് ജോബ്. പക്ഷെ ഈ കഥയിലേക്ക് വേറൊരു എലിമെന്റും കൂടി ഇവർ ഭയങ്കരമായിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇവര് ഇനി അങ്ങോട്ട് പറയുന്നത് തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു റിസർച്ച് ഒക്കെ നടത്തി, എന്തോ റിമോട്ട് കൺട്രോൾ RC എന്നൊക്കെ പറഞ്ഞിട്ട്, RC വാർഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടിറക്കി. ഇതിന്റെ പ്രൊഡക്ഷൻ ഒരു പരിപാടി എന്ന് പറയുന്നത് തന്നെ ശോകമാണ്. ഇതിന്റെ ഗ്രാഫിക്സ് ആണെങ്കിലും AI ഇമേജസ് യൂസ് ചെയ്തതാണെങ്കിലും ഒക്കെ കട്ട ശോകം. ഇത് ഒരു അവസാനത്തെ ഒരു 3/4 മണിക്കൂർ കുറെ ഫൈറ്റ് സീക്വൻസും റോബോട്ട് പരിപാടിയും അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു വീഡിയോ ഗെയിം കണ്ടിരിക്കുന്നത് പോലെ. അവസാനം നമുക്കറിയാം ഒരു ഒരു ഫൈറ്റ് വരും. ആ അണ്ണനും തങ്കച്ചിയും കൂടെ അല്ല, മോളും കൂടെ ചേർന്നിട്ടൊരു ഫൈറ്റ് വരും. അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നതും. ആസ് യൂഷ്വൽ ബോബഡിയോള് പോയി മരിക്കുക. എല്ലാ സിനിമകളിലും മരിക്കുന്ന പോലെ ഈ ചങ്ങാതി ഇതിലും മരിക്കുന്നു. മറ്റേതിനകത്ത് അർജുൻ രാംപാൽ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൽ ഈ പുള്ളി മരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് കുറെ ഈ പറഞ്ഞ പോലത്തെ സാധനമൊക്കെ ഇഞ്ചക്ട് ചെയ്ത് വെച്ച് ഇതിനെ വഷളാക്കി നശിപ്പിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങേര് സ്ക്രീനിൽ വരുമ്പോൾ, വിജയ് സ്ക്രീനിൽ വരുമ്പോഴും ആ പൊളിറ്റിക്കൽ അജണ്ട പറയുന്ന രീതിയും അത്ര മോശമായിട്ടല്ല. ഒരു പാർട്ടിയോ അങ്ങനെ ആരെയോ അങ്ങനെ മോശമായിട്ടൊന്നും ചിത്രീകരിച്ചിട്ടില്ല. എങ്കിൽ ദിലീപ് പറയുന്ന പോലെ എന്തൊക്കെയോ കൊള്ളിച്ച് പറയുന്നത് പോലെ പറയുന്നുണ്ട്. അങ്ങോട്ടങ്ങും മൊത്തത്തിലൊരു മജ ആയില്ല. പുള്ളിയുടെ ഒരു അവസാന സിനിമ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ കുറെ ഒരു എങ്കിൽ ഗോട്ടിന്റെയൊക്കെ മേളിൽ നിൽക്കും. ഗോട്ടിന്റെ അത്രയും അതമ്പതിച്ചോ ചോദിച്ചാൽ ഇല്ല. എങ്കിൽ ഇത് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരു നല്ലൊരു എന്റർടൈനർ ആയിട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല. ഇതിനകത്ത് അവസാനം കുറെ ക്രിഞ്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ചിലപ്പോൾ OTTയിലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ എടുത്തിട്ട് എന്താ പറയുക, ട്രോളാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഹാവിങ് സെഡ് ദാറ്റ്, ഒരുപാട് നല്ല പെർഫോമൻസുകളുണ്ട്. റേച്ചൽ റബേക്ക ഫിലിപ്പ്, നമ്മുടെ മെയ് അഴകൻ, പിന്നെ കടസി വ്യവസായി, ഈ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു കഥാപാത്രം. അവരൊരു മെയ്യഴകനിലൊരു അമ്പലത്തിന്റെ മുമ്പിൽ പൂ വിൽക്കുന്ന ഒരു സ്ത്രീ ആയിട്ടുണ്ട്. കടസി വ്യവസായത്തിൽ ജഡ്ജായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഒരു അഭിനവ ഒരു എന്താ പറയുക, ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അത് ആ ഒരു പുരാണത്തിലെ ഒരു കഥാപാത്രമുണ്ട്, പെട്ടെന്ന് മറന്നുപോയി. ആ ഒരു കഥാപാത്രമായിട്ട് വരുന്ന ഒരു ഡിപ്പിക്ഷനൊക്കെ അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. പക്ഷെ ബാക്കിയൊന്നും എന്താ പറയുക, പ്രിയാമണിയൊക്കെ വെച്ചിട്ട് കുറെ പരിപാടികളൊക്കെ ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിന്റെ ഹോൾ ഒരു എന്താ പറയാ, ട്രെയിലറൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സൈഫൈ എന്നൊന്നും പറയാ ഇല്ലടേ. അതൊക്കെ എടുത്ത് നശിപ്പിച്ച് നല്ല അത്യാവശ്യം ബോറാക്കി വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.